പോസ്റ്റ് ചെയ്യാൻ പോവാ. മുത്തശ്ശന്റെ മുടിക്ക് ഒരുപാട് ലൈക്ക് കിട്ടും. അതാണ് ആയുർവേദത്തിന്റെ ഗുണം. കുട്ടിക്ക് ഇതുമല്ലോ അറിയോ? ഇതും ആയുർവേദ. ആഹാ. ആയുർവേദം എന്ന് പറയുമ്പം മുത്തശ്ശന്റെ മനസ്സിൽ വരുന്ന പേരെന്താ? കോട്ടക്കൽ ആരോഗ്യശാല. അതേ കോട്ടക്കലിന്റെ ഹെയർ നറിഷിംഗ് ഷാമ്പു ആണ് എന്റേതും. തുളസിയും ബ്രഹ്മയും കറിവേപ്പും അടങ്ങിയ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഹെയർ നറിഷിംഗ് ഷാംപൂ സ്കാൽപ്പ് വൃത്തിയാക്കി ചൊറിച്ചിലകറ്റി മുടിയിഴകൾക്ക് പോഷണം നൽകാൻ ശരിയായ ആയുർവേദം. കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ഓരോ കാലത്തും രാഷ്ട്രീയ സാഹചര്യമനുസരിച്ച് ഓരോ മുന്നണിയിലും ഇടം പിടിക്കുന്ന നേതാവ് എന്നൊരു പട്ടം പി സി ജോർജിന് ലഭിച്ചിട്ടുണ്ട്. പി സി ജോർജിനെ സംബന്ധിച്ച് UDF പക്ഷത്തുണ്ടായിരുന്നു, ഇപ്പോൾ BJP പക്ഷത്തുണ്ട്. ആ BJP പക്ഷത്തിലേക്ക് എത്തിയപ്പോൾ ഒരു കാലത്ത് താൻ ചേർത്ത് പിടിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില പാർട്ടികളെ തള്ളിപ്പറയുന്ന രീതിയാണോ അദ്ദേഹത്തിനുള്ളത് എന്ന ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതായത് വിവാദപരമായ പല പ്രസംഗങ്ങളും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പി സി ജോർജ്. പ്രത്യേകിച്ച് BJPയിൽ അംഗത്വം ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിവാദപരമായ പരാമർശങ്ങളുടെ ആഴവും വ്യാപ്തിയും ഒക്കെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിലാണ് ലവ് ജിഹാദിൻ്റെ ഭാഗമായി നിരവധി സ്ത്രീകൾ മതം മാറിയിട്ടുണ്ട് എന്നൊരു വാദം അദ്ദേഹം ഉയർത്തിയത്. അതിന് തൊട്ടും അദ്ദേഹം നടത്തിയ ഒരു വിവാദപരമായ പരാമർശത്തിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയത്. അതിൻ്റെ നിയമ നടപടികൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതിനും പ്രാധാന്യമേറെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാലായിൽ BJP നേതാവായ പി സി ജോർജിൻ്റെ ഒരു വിദ്വേഷ പ്രസംഗം. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു പരാമർശം കൂടിയായിരുന്നു. ജോർജിൻ്റെ അവതരണവും ആശങ്കയും ഒക്കെ കേട്ടാൽ ഇങ്ങനെയും നടന്നോ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ യാതൊരുവിധ ആധികാരിക രേഖകളോ തെളിവുകളോ ഇല്ലാതെയാണ് ജോർജ് ഇക്കാര്യം പറഞ്ഞത് എന്നുള്ളതും വ്യക്തമാണ്. ഉദ്ദേശം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ സീറ്റ് തിരികെ പിടിക്കണം എന്നുള്ളതാകാനാണ് സാധ്യതയേറെ. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ തനിക്ക് പ്രസക്തിയില്ലെന്നുള്ള തിരിച്ചറിവാണ് ക്രൈസ്തവ സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രൈസ്തവ രക്ഷകനായി ജോർജ് അവതരിക്കുന്നത്. ഇതിന് തുടർച്ചയായാണ് ആവർത്തിച്ചുള്ള മുസ്ലിം വിരുദ്ധ പരാമർശവും ക്രൈസ്തവർ ഉണരണമെന്നുള്ള ആഹ്വാനവും ഒക്കെ. 30 വർഷം MLA ആയിരുന്നയാളാണ് പി സി ജോർജ്. ഇതിൽ ഏറെക്കാലത്തും ജോർജിനെ വിജയിപ്പിക്കുവാൻ പിന്നിലുണ്ടായിരുന്നത് SDPI ആണെന്നുള്ളതാണ് വസ്തുത. SDPIയുടെ പിന്തുണയിൽ വളർന്നയാളാണ് ജോർജ്. തിരിച്ച് ജോർജിൻ്റെ സംരക്ഷണയിലാണ് മധ്യ കേരളത്തിലെ ഏറ്റവും ശക്തമായ സംഘടനയായി അവരും വളരുന്നത്. മുമ്പ് ജോർജ് തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് തൻ്റെ വിജയത്തിന് പിന്നിൽ SDPI ആയിരുന്നു എന്നുള്ളത്, താൻ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്നതും. എന്നാൽ 2018 മുതൽ SDPIയും പി സി ജോർജും തമ്മിൽ ഇടഞ്ഞു തുടങ്ങി. പിന്നീട് ക്രൈസ്തവ പ്രീണനം നടത്താൻ പി സി ജോർജ് പലവട്ടം ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ വ്യാജ ആരോപണം ഉന്നയിച്ച പി സി ജോർജിനെ ജനം തടയുകയായിരുന്നു. സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ പരമാവധി ജോർജ് ശ്രമിച്ചു. പരാതിക്കാരി ജോർജിൻ്റെ ചക്കര പെണ്ണായും പിന്നെ ജോർജ് അവരുടെ സാക്ഷിയായും മാറുന്നതും കണ്ടു. എന്തിനേറെ ഉമ്മൻചാണ്ടി പരാതിക്കാരിയോട് മോശമായി പെരുമാറിയെന്ന് പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു. എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നായിരുന്നു ചോദ്യം. എന്നാൽ ഒടുവിൽ ജോർജിന് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ നേരത്തെ നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് അന്ന് ജനപക്ഷം നേതാവായിരുന്ന പി സി ജോർജ് സമ്മതിക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി മോശമായി പെരുമാറിയെന്ന് അവർ പറഞ്ഞപ്പോൾ സംശയിച്ചു. എന്നാൽ പറഞ്ഞ സാഹചര്യം കേട്ടപ്പോൾ തെറ്റിദ്ധരിച്ചുപോയി. ഉമ്മൻചാണ്ടി അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ടില്ലെന്ന് ജോർജ് പിന്നീട് മൊഴി നൽകി. പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇങ്ങനെയായിരുന്നു. വിവാദങ്ങൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിൽ ഇടം നേടുകയും അതിനായി എന്തും താൻ കണ്ടെന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ താൻ പറഞ്ഞത് സത്യമെന്ന ധാരണ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യും. പിന്നീട് കേസും പൊല്ലാപ്പുമാകുമ്പോൾ മാപ്പ് പറഞ്ഞ തലയൂരും. സ്ത്രീകളെയും ക്യാൻസർ അതിജീവിതരെ പോലും ജോർജ് അധിക്ഷേപിക്കും. MLA സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന കാഴ്ചയാണുള്ളത്. ക്രൈസ്തവ പിന്തുണയോടുകൂടി എന്തെങ്കിലും ആകാനുള്ള തന്ത്രപ്പാടിലാണ് ഇതൊക്കെ. ഇപ്പോൾ വീണ്ടും വാവിട്ട വാക്കിൽ കുടുങ്ങി ജോർജിൻ്റെ അറസ്റ്റിന് കളമൊരുങ്ങുകയാണ്. മതവിദ്വേഷ കലാപാഹ്വാന കുറ്റം ചുമത്തി പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇതാദ്യമല്ല. നേരത്തെ ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ പി സിയുടെ വിദ്വേഷ പ്രസംഗം മുതൽ ചാനൽ ചർച്ചയ്ക്കിടയിലെ മുസ്ലിം പരാമർശ കേസിലെ വരെ അതിനാടകീയ അറസ്റ്റ് കേരളം കണ്ടതാണ്. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ജോർജിനോട് അടങ്ങിയിരിക്കാൻ കോടതി പറഞ്ഞെങ്കിലും തയ്യാറായില്ല. പൊതുപ്രവർത്തകനായിരിക്കാൻ
ജോർജ് യോഗ്യനല്ലെന്ന ഹൈക്കോടതി പരാമർശം ശരിവെക്കുന്നതാണ് ആവർത്തിച്ചുള്ള ജോർജിന്റെ പ്രവർത്തനങ്ങൾ. അതിനിടെ ജോർജിന്റെ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ട് KCBCയുടെ ലെറ്റർ ഹെഡിൽ സംഘടനയുടെ ഭാരവാഹിയായി അറിയപ്പെടുന്ന പൂഞ്ഞാർ സ്വദേശി പുറത്തിറക്കിയ പ്രസ്താവനയും വിവാദമാവുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഹൈക്കോടതി പോലും പൊതുപ്രവർത്തകനാകാൻ യോഗ്യനല്ലാത്തവനെന്ന് പറഞ്ഞ കളങ്കിത പ്രതിച്ഛായയുള്ള ഒരാളെ എന്തുകൊണ്ട് സഭയുമായി ബന്ധപ്പെട്ടൊരു സംഘടനയുടെ യോഗത്തിലേക്ക് ക്ഷണിച്ചു എന്നതും ഒടുവിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞ തോന്നിയാസങ്ങളിലെ ന്യായീകരിച്ചുകൊണ്ട് കേരളത്തിലെ ബിഷപ്പുമാരുടെ ലെറ്റർ ഹെഡ് ദുരുപയോഗം ചെയ്തു എന്നതും സഭയിൽ വിവാദമാവുകയായിരുന്നു. മുതിർന്ന ബിഷപ്പുമാർ മുതൽ വൈദികരും അൽമായ പ്രമുഖരും ഉൾപ്പെടെയുള്ളവർക്ക് സംഭവത്തിൽ കടുത്ത അമർഷമാണ് ഉള്ളത്. ഈ കാര്യം സഭാ നേതൃത്വത്തെ അറിയിക്കാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ലെന്നും ഇവർ നേതൃത്വത്തെ അറിയിക്കും. ഇടക്കാലത്ത് BJPയുമായി അടുത്ത ക്രൈസ്തവ സഭാ നേതൃത്വം ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ എത്തുകയും സഭയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതായി ആക്ഷേപമുയർന്നതോടെ ഇപ്പോൾ BJP ബന്ധത്തിൽ ജാഗ്രതയിലാണ്. BJP നേതാക്കളെ ഇപ്പോഴും ഏറെ അടുപ്പത്തോടെ കാണുന്ന ബിഷപ്പുമാർക്കും ജോർജിൻ്റെയും മകൻ്റെയും ഇടപെടൽ തൃപ്തികരമല്ല എന്ന വിലയിരുത്തൽ ശക്തമാണ്. എന്തായാലും PC ജോർജിൻ്റെ നിലപാടിനും അഭിപ്രായത്തിനും ചൈന ഉൽപ്പന്നങ്ങളുടെ മാത്രം വിലയെ കേരള ജനത നൽകുന്നുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.